ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് AI ഇൻ ഡെയിലി ലൈഫിൻ്റെ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഇന്ന്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ല, ഞാൻ ലിങ്കിലോ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് ലിങ്ക് ഇടാം, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാറോ അല്ലെങ്കിൽ സ്കൂട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പോ മൊബൈൽ ഫോൺ എന്ത് വേണേലും ആയിക്കോട്ടെ, അതിൻ്റെ ഒരു എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ഡയഗ്നോസ് ചെയ്യും, അതിനെങ്ങനെ നമുക്ക് AI സഹായിക്കാമെന്നുള്ളതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3 രീതിയിൽ ആക്ച്വലി ഇതിനെ ടാക്കിൾ ചെയ്യാം. നമുക്ക് ഇമേജ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇത് പലർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ ഗൂഗിൾ ലെൻസ് ഒക്കെ വെച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം നമ്മൾ ജെമിനൈ അല്ലെങ്കിൽ ChatGPT ഏതാ നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ അത് ഓപ്പൺ ചെയ്തിട്ട് അതിലൊന്നെങ്കിൽ നമ്മൾ ഇമേജ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ട് തന്നെ നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ചോദിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പുറത്തുനിന്ന് എഞ്ചിൻ ഓയിൽ വാങ്ങുകയാണ് നമ്മളെ വാഹനത്തിന് വേണ്ടി. നമ്മൾ ഷോപ്പിൽ പോയാൽ നമുക്ക് കടക്കാരൻ പറഞ്ഞു തരുന്നതന്നെ അതുപോലെ എടുക്കാതെ നമുക്ക് അവിടെ ഉള്ള പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചോദിക്കുക. അത് എഞ്ചിൻ ഓയിൽ മാത്രമല്ല, പാർട്സ് ആയിരിക്കും, ചിലപ്പോൾ മൊബൈൽ സർവീസിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡാമേജ് വന്നിട്ടുള്ള പാർട്ടായിരിക്കും. അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടൊക്കെ ചെയ്തു കൊടുത്താൽ അത്യാവശ്യം നല്ല ആക്യുറസിയിൽ തന്നെ നമുക്ക് റിപ്ലൈ കിട്ടും. കംപ്ലൈൻറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ഈ പാർട്ട് നമ്മുടെ ഇതിന് കമ്പാറ്റബിൾ ആവുമോ ഇല്ലേ എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ അല്ലെങ്കിൽ ബ്രോക്കൺ പീസസ് അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് പേരറിയാത്തൊരു സാധനമാണെങ്കിൽ വരെ അത് ചോദിക്കാം. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചാൽ പറഞ്ഞു തരും ആ സാധനം എന്താണ്, അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എന്താ പ്രശ്നമുള്ളതെന്ന്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓൺലൈനാണ് നമുക്കത് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് പ്രൈസസ് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, സ്റ്റോക്ക് അവൈലബിൾ ആണോ, ലിങ്ക്സ് അടക്കം പ്രൊവൈഡ് ചെയ്യും. വലിയൊരു ബില്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ, അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് കിട്ടിയാൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. PDF ആവട്ടെ, ഇമേജ് ആവട്ടെ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം, ഇതൊന്ന് അനലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സമ്മറി തരാൻ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടോ അറിയാൻ, അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് നമ്മളോട് ചാർജ് ചെയ്യണ്ടോ എന്ന് പറയാം. ഞാൻ ജനറലി ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് സർവീസിംഗ് എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തതാണ്. നിങ്ങൾക്ക് എവിടെ വേണേലും ഉപയോഗിക്കാം.